ഹായ് ഗൈസ്. അപ്പോൾ ഈ ഒരു വ്ളോഗ് നമ്മുടെ തായ്ലാൻഡ് സെക്കൻഡ് ഡേൻ്റെ ഒരു കണ്ടിന്യൂഷൻ ആണ് കേട്ടോ. ഇതിന് തൊട്ട് മുമ്പുള്ള വ്ളോഗിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നെക്സ്റ്റ് നമുക്ക് ചിൽവ മാർക്കറ്റിലാണ് എക്സ്പ്ലോർ ചെയ്യാനുള്ളതെന്ന് കേട്ടോ. അപ്പോൾ ഈ ഒരു മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ കുറച്ച് ഓഫ് മോഡ് ആണെങ്കിലും ടൈം പോകെ പോകെ ഇവിടെ ഫുൾ ഓൺ ആയിരിക്കും. അതിൻ്റെ ഒരുക്കങ്ങളൊക്കെ ഇവിടെ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഒരുപാട് ഷോപ്പുകളൊക്കെ ഉണ്ട് കേട്ടോ. ഇപ്പം നമുക്കൊരു ഷോപ്പിംഗ് മോഡല്ല, ബിക്കോസ് എല്ലാവരും നല്ല വിശന്നിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് തന്നെ കണ്ടത് ഈ ഒരു കുറേ മാങ്ങകളൊക്കെ ഉപ്പും മുളകൊക്കെ ഇട്ടിട്ടുള്ള ഒരു ഷോപ്പാണ് കണ്ടത്. അപ്പം ഞങ്ങൾക്ക് കണ്ടിട്ട് ആ സമയത്ത് നമുക്കിഷ്ടാവോ എന്നുള്ളൊരു പേടി ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ മാങ്ങ ആയതുകൊണ്ട് നമുക്ക് കഴിക്കാൻ പറ്റുമെന്ന് വിചാരിച്ച് ഞങ്ങൾ ഈ ഒരു മാങ്ങയും ഇത് നമ്മളെ കണ്ണി മാങ്ങില്ലേ, അത് സ്ലൈസാണ്, ഈ ഒരു സ്ലൈസ് മാങ്ങയും കൂടിയും മിക്സ് ചെയ്തിട്ടാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. ഉപ്പിലും പഞ്ചസാരയിലിട്ട് സെയിം സാധനം കുറച്ചുകൂടി മധുരമായി. പിന്നെ ഈ ഒരു ഗ്രിൽഡ് സാധനങ്ങളൊക്കെ വെച്ചിട്ടുള്ള ഈ ഒരു ഷോപ്പിൽ നിന്നും നമ്മൾ ചിക്കനൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. കാരണം അത് ഇന്നലെ ഓൾറെഡി നമ്മൾ കഴിച്ചിട്ടുണ്ടായിരുന്നില്ലേ, ആ ഒരു സ്ട്രീറ്റിൽ പോയപ്പോൾ കഴിച്ചിട്ടുണ്ട്. അത് കുഴപ്പമില്ലാത്തൊരു ടേസ്റ്റ് ആയിരുന്നു. അതുകൊണ്ട് നമ്മൾ ഇവിടെ നിന്ന് 2-3 വാങ്ങിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അത് വേറെ ഒന്നും കൊണ്ടല്ല, നമ്മൾ കുറേ വാങ്ങിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമായില്ല എന്നുണ്ടെങ്കിൽ നമ്മളത് വെറുതെ വേസ്റ്റ് ആക്കി കളയേണ്ടി വരും. കാരണം നമുക്കെല്ലാം ഇഷ്ടമാവണമെന്നില്ല അവിടുത്തെ ടേസ്റ്റ്. പിന്നെ ആണെങ്കിൽ ഈ ഒരു കടയിൽ നിന്ന് ഷവർമയും വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഈ മഞ്ഞ കളർ റൈസിലെ ദ്രോണയ്ക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ. അവളത് കണ്ടപ്പോൾ തന്നെ ട്രൈ ചെയ്ത് നോക്കാൻ വേണ്ടി വാങ്ങിച്ചാണ്. പക്ഷെ അതിന് ചുറ്റിരിക്കുന്ന ആ ഒരു മുട്ടയും ആ ചിക്കനും ഒന്നും ഇഷ്ടമായില്ല. അതിന് പകരമായിട്ട് ഈ ഒരു ഫ്രൈഡ് ചിക്കനാണ് അവൾ പറയുന്നത്. ഞങ്ങളുടെ ഷവർമ വന്ന് ഷവർമ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നേ. അപ്പോൾ ദ്രോണയ്ക്കാണെങ്കിൽ ആ മഞ്ഞച്ചോറ് കഴിച്ചിട്ട് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കി, എനിക്ക് അത്ര പൊട്ടയായിട്ട് തോന്നിയില്ല. ഇതിനെല്ലാം ശേഷം മെയിൻ സാധനം, എനിക്കിത് കുടിക്കുമ്പോൾ കിട്ടുന്ന ഒരു ആശ്വാസം ഉണ്ടല്ലോ. എനിക്ക് നമ്മുടെ നാട്ടിലാണെങ്കിലും എനിക്ക് പെപ്സി എൻ്റെ ജീവനാണ് കേട്ടോ. എനിക്കിവിടെ വന്നിട്ടാണെങ്കിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട, ഞാൻ വാങ്ങിച്ച സാധനങ്ങൾ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കോളയാണ് അവിടെ കൂടുതൽ കിട്ടിയിട്ടുണ്ടായിരുന്നത് കേട്ടോ. ഇതൊക്കെ കൂടി കഴിച്ചപ്പോൾ തന്നെ ഞങ്ങൾക്ക് എല്ലാവർക്കും വിശപ്പൊക്കെ കുറച്ച് സമാധാനം കിട്ടി. പക്ഷേ ഇനി വാങ്ങുന്നതല്ല, നമ്മളെ വയറിന് ബോണസ് പോലെ. ഈ ഒരു ചീസ് കേക്ക് എനിക്കിഷ്ടമല്ല, എന്നാലും അവർക്കൊക്കെ ഇഷ്ടമായതുകൊണ്ട് നമ്മളൊരു കുറച്ച് ചീസ് കേക്കുകളും കൂടി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ ഒരു ചിക്കൻ ഫീറ്റ് ഞാൻ കുറേ വീഡിയോസൊക്കെ കണ്ടിട്ട് എനിക്ക് ട്രൈ ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ അവിടെ അതിൻ്റെ സാലഡ് ആയിരുന്നുണ്ടായിരുന്നു, അതുകൊണ്ട് എനിക്ക് ട്രൈ ചെയ്യാൻ ഇഷ്ടമുണ്ടായിരുന്നില്ല. അങ്ങനെ ഞങ്ങൾ ഷോപ്പിങ്ങിലേക്ക് കടക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇത് ഷോപ്പുകളായിട്ടല്ല, ഇങ്ങനെ താഴത്തിട്ട് വിൽക്കുന്ന കുറച്ച് സ്ഥലങ്ങളുണ്ടായിരുന്നു കേട്ടോ. എന്ന് വെച്ചാൽ ഭയങ്കര വിലക്കുറവായിരുന്നു, ടോപ്പുകളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ നമുക്കത് ട്രയൽ ചെയ്ത് നോക്കാനായിട്ടുള്ളൊരു സെറ്റപ്പ് അവിടെ ഇല്ല. അപ്പോൾ നമ്മളത് വെച്ച് നോക്കി സൈസ് ഓക്കെ ആണെന്ന് തോന്നി എടുക്കാം, അല്ലെങ്കിൽ എടുക്കാതിരിക്കാം, അങ്ങനെയായിരുന്നു. അപ്പോൾ ഇനി കുറച്ച് ടോപ്പുകളൊക്കെ അവിടെ നിന്ന് എടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് എൻ്റെ സൈസ് സെറ്റാവോ എന്ന് ഡൗട്ടായതുകൊണ്ട് ഞാൻ ഈ ഒരു ടോപ്പ് മാത്രമേ ഇവിടെ നിന്ന് എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. ഇവിടെ കുത്തിരുന്ന് നോക്കുകയാണെങ്കിൽ നമുക്ക് ഇഷ്ടം പോലെ സാധനങ്ങൾ ഇവിടെ തന്നെ കിട്ടുന്നുണ്ട്. പക്ഷേ ഞങ്ങൾക്ക് അതിനുള്ളൊരു ക്ഷമയില്ല. പിന്നെ ഇവിടെ അത്യാവശ്യം ആളുകളൊക്കെ നിറഞ്ഞു തുടങ്ങി. അപ്പം ഞാനൊന്നും വാങ്ങിയില്ലെങ്കിലും എല്ലാം ഒന്ന് നടന്ന് കാണാൻ വേണ്ടിയിട്ട് ഞാനും അരുണും കൂടി നടക്കുകയാണേ. ഈ ഷോപ്പുകളിലൊക്കെ അത്യാവശ്യം നല്ല പൈസ ഉണ്ടായിരുന്നു. നമ്മൾ ആദ്യം കണ്ടില്ല താഴത്തിട്ട് വിൽക്കണ ഒരു സ്ഥലം, അവിടെ മാത്രമേ കുറവുണ്ടായിരുന്നു. അങ്ങനെ നടന്ന് കാണുന്നതിൻ്റെ ഇടയിൽ ദ്രോണനെയും റിനിനെയും കൂടിയും കണ്ടുമുട്ടി. പിന്നെ ഞങ്ങൾക്ക് അവിടെ നിന്ന് അങ്ങോട്ടൊരു ഓട്ടോ ആയിരുന്നു, കാരണം ഞങ്ങളെ വെയിറ്റ് ചെയ്ത് ഞങ്ങളെ വണ്ടിയിലുള്ള എല്ലാവരും നിൽക്കുമായിരുന്നു. കാരണം നമുക്ക് കുറച്ച് സമയം മാത്രമേ അവിടെ തന്നിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഞങ്ങൾ വേഗം തന്നെ വണ്ടിയിലേക്ക് പോയി. ഈ ഒരു ട്രിപ്പിൽ ഞങ്ങൾക്ക് കുറച്ച് ബുദ്ധിമുട്ടായി തോന്നിയത് ഈ ഒരു ടൈമായിരുന്നു. നമ്മളെവിടെയെങ്കിലുമൊക്കെ പോയി എന്തെങ്കിലുമൊക്കെ ഒന്ന് കണ്ടുവരുമ്പോഴേക്കും നമ്മളെ സമയം കഴിയും, അങ്ങനെയായിരുന്നു. പിന്നെ ഞങ്ങൾ റൂമിലെത്തി.
റൂമിലല്ല, ഹോട്ടലിൽ എത്തിയിട്ട് ഞങ്ങൾ നേരെ റൂമിലേക്കല്ല പോയത്. ഞങ്ങൾ ഒരു 7-Eleven കണ്ടുവച്ചിട്ടുണ്ടായിരുന്നു, അവിടേക്കാണ് പോയത്. കാരണം ദ്രോണ ഒരു ഡ്രിങ്ക് ഉണ്ടാക്കാൻ വേണ്ടി പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഉണ്ടാക്കണം എന്നും പറഞ്ഞ് വെച്ചിട്ട് ഞങ്ങൾ 7-Elevenലേക്ക് പോയി. അപ്പൊ അത് നോക്കിയിട്ട് അത് അല്ല, ഇത് നമുക്ക് ഉണ്ടാക്കി വെക്കാം. പക്ഷെ ഇവിടെ ഉണ്ടാക്കുന്ന സ്ഥലം കാണില്ല. എനിക്കിതിങ്ങനെ മിക്സ് ചെയ്യണ കണ്ടിട്ട് തന്നെ കൊതിയായിട്ട് കുടിക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ ഫസ്റ്റ് തന്നെ റിനി കുടിച്ചപ്പോൾ തന്നെ ഇതിന് വലിയ ടേസ്റ്റ് ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ടേസ്റ്റ് ചെയ്ത് പോലും നോക്കിയില്ല. താങ്ക് യു സോ മച്ച്. ഞങ്ങൾക്ക് ഇവിടുന്ന് ചെറിയൊരു അബദ്ധം പറ്റി. ചെറുതല്ല, വലിയൊരു അബദ്ധം പറ്റി. കാരണം എന്താണെന്ന് വെച്ചാൽ ഞങ്ങളവിടെ ഉണ്ടായിരുന്ന ഒരു പ്ലാസ്റ്റിക് കവർ, നമ്മളിവിടെയൊക്കെ കിട്ടുന്ന 50 പൈസ കവറില്ലേ, ആ കവർ ഞങ്ങൾ അവിടെ നിന്ന് എടുത്തു ഒരെണ്ണം. പക്ഷേ അതിനവിടെ 49 ബാത്താണ്. അത് ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു. ഞങ്ങൾ വിചാരിച്ച ആ ഒരു ഗ്ലാസ് ഇടാൻ വേണ്ടി ഫ്രീ ആണെന്ന് വിചാരിച്ചിട്ട് എടുത്തതാണ്. അങ്ങനെ ഞങ്ങളുടെ കുറേ പൈസ പോയി. സോ ഞങ്ങൾ വീണ്ടും അണിഞ്ഞൊരുങ്ങി ഇറങ്ങണത് എന്താണെന്ന് വെച്ചാൽ, നമുക്ക് ഇന്നലെ തന്നെ കുറച്ച് പ്ലാനുകൾ ഉണ്ടായിരുന്നു. ആ സ്ട്രീറ്റിലൊക്കെ പോയിട്ട് കുറച്ച് ഷോപ്പുകളിലൊക്കെ കയറാനുണ്ട്. അതുപോലെ ഇവന്മാർക്ക് പുഴുവിനെയും പാച്ചനെയും പല്ലീനെയും ഒക്കെ തിന്നണം എന്ന് പറഞ്ഞിട്ട് അതൊന്നും നമുക്ക് ഇന്നലെ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പം അതൊക്കെ അന്വേഷിച്ചാണ് നമ്മളിന്ന് ഇറങ്ങുന്നത്. After you get this snake, you walking or after that snake? അപ്പോൾ പോണ വഴിയിൽ നമ്മളുടെ ഇന്നലത്തെ ടൂർ ഗൈഡ് ഉണ്ടായിരുന്നു. പിന്നെ നമ്മളിപ്പോൾ ഇന്നലെ വന്ന സെയിം സ്ട്രീറ്റിൽ തന്നെയാണ് കേട്ടോ വന്നത്. അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. ഇവിടെ മട്ടൻ മന്തി റൈസ് എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് ഈ ഒരു ടൈഗർ റെസ്റ്റോറൻറ്റിൽ. ഞങ്ങൾ ആ മെനു ഒക്കെ നോക്കി വെച്ചിട്ടാണ് ഞങ്ങൾ അവിടെ നിന്ന് പോയത് തിരിച്ചു വരുമ്പോൾ കയറാനായിട്ട്. ഇവിടുത്തെ ഈ മാളിൻ്റെ ഉള്ളിൽ കൂടെയാണ് ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോയിരുന്നത്. പക്ഷേ ഇവിടെ ആണെങ്കിൽ ഓൾമോസ്റ്റ് മിക്ക കടകളും ക്ലോസ് ചെയ്തുകൊണ്ടിരിക്കുക. എനിക്ക് തോന്നുന്നു നേരത്തെ അടയ്ക്കുമെന്ന് തോന്നുന്നു, അറിയില്ല. അപ്പോൾ പോണ വഴിയിൽ ഇങ്ങനെ ഒരു ഡാൻസ് പ്രോഗ്രാം കൂടി നടക്കുന്നുണ്ടായിരുന്നേ. പുഴുവിനെയും പാച്ചിനെയും പല്ലിനെയും സാധനങ്ങളൊക്കെ അന്വേഷിച്ച് വന്നിട്ട് നമുക്ക് ഇന്നും അതൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. കുറെ തവളയും മീനും സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതൊന്നും അവർക്ക് വലിയ ഇൻട്രസ്റ്റും ഉണ്ടായിരുന്നില്ല കേട്ടോ. എന്തായാലും ഇവിടം വരെ വന്നതല്ലേ, അപ്പൊ ഇവിടത്തെ ഫേമസ് ആയിട്ടുള്ള ഇല്യൂഷനിലും കൂടി ഒന്ന് കയറാന്ന് വിചാരിച്ചു. ഇല്യൂഷനിൽ പോയി ഞങ്ങൾ കുറച്ചു നേരം തുള്ളിക്കളിച്ചു. ഇത് ഞങ്ങൾ തന്നെ കണ്ടുപിടിച്ച ഞങ്ങളുടേതായ ഡാൻസ് ആണ്. അപ്പൊ അവിടെ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞ് ഞങ്ങൾക്ക് ഇത്തിരി മൂടായപ്പോൾ ഞങ്ങൾ വിചാരിച്ചു കുറച്ച് പൈസ അങ്ങോട്ട് കളയാന്ന് വിചാരിച്ച് ഞങ്ങൾ അവിടെ ഉണ്ടായിരുന്ന ഫേമസ് ഷോകളിലൊക്കെ കയറി. ഈ ഒരു ദിവസം എൻ്റെ ലൈഫിൽ എനിക്ക് മറക്കാൻ പറ്റാത്തൊരു ദിവസമാണ്. തായ്ലാൻഡിൽ വന്നിട്ട് ഞങ്ങൾ ഏറ്റവും എൻജോയ് ചെയ്തൊരു ദിവസമാണ് കേട്ടത്. നെക്സ്റ്റ് പോയത് ടൈഗർ റെസ്റ്റോറൻറ്റിലാണ്. ഇവിടെ നമ്മൾ നേരത്തെ കണ്ടുവച്ചിട്ടുണ്ടായിരുന്ന ഫുഡൊക്കെ ഈ സമയമായപ്പോഴേക്കും അവർ ക്ലോസിങ് ആയി. അതുകൊണ്ട് നമുക്ക് എല്ലാ ഫുഡുകളും ഒന്നും അവൈലബിൾ അല്ല, ബിരിയാണി മാത്രമേ അവൈലബിൾ ആയിട്ടുണ്ടായിരുന്നുള്ളൂ. അവിടുത്തെ ബിരിയാണിനെ കഴിച്ചിട്ട് നല്ല രസമുണ്ടായിരുന്നു. നമ്മളെ നാട്ടിൽ കിട്ടുന്ന ഒരു ബിരിയാണിയുടെ ടേസ്റ്റ് എനിക്ക് തോന്നുന്നത് നമ്മളെ ഇന്ത്യൻസിന് കൂടുതൽ അട്രാക്ട് ചെയ്യാൻ വേണ്ടിയുള്ള ഫുഡുകളായിരുന്നു. അതും കഴിഞ്ഞ് ഞങ്ങൾ നേരെ റൂമിലേക്ക് വന്ന്, നാളെ ഞങ്ങൾക്ക് ബീച്ച് ഡേ ആണ്. അപ്പോൾ വേഗം തന്നെ കിടന്നുറങ്ങി നേരത്തെ എണീക്കണം. അപ്പം അത്രയേ ഉള്ളൂ ഈ ഒരു വ്ളോഗ്. ബൈ.